ഡിസംബർ 6 വിശുദ്ധ നിക്കോളാസ് മെത്രാൻ. നാം ക്രിസ്തുമസ് കാലങ്ങളിൽ കാണുന്ന സാന്താക്ലോസിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് വിശുദ്ധ നിക്കോളാസിൻ്റെ ജീവിതം രേഖപ്പെടുത്തുന്നത്. ജനന മരണ വർഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ വർഷങ്ങൾ രേഖപ്പെടുത്തിയതിനാൽ ചരിത്രത്തിൽ നിന്നും ലഭ്യമായ പ്രധാന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. പാശ്ചാത്യവും പൗരസ്ത്യവുമായ ദേവാലയങ്ങളിലെല്ലാം ഒരുപോലെ വന്നിച്ചു പോന്നിരുന്ന ഒരു വിശുദ്ധനാണ് നിക്കോളാസ്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ പ്രാചീന കാലത്ത് സ്ഥാപിതമായിട്ടുള്ള ബലിപീഠങ്ങളുടെയും ദേവാലയങ്ങളുടെയും എണ്ണം പരിശോധിച്ചാൽ ഇത് സ്പഷ്ടമാകും. ആധുനിക തുർക്കിയിൽ ഉൾപ്പെടുന്ന ലിസിയ എന്ന പ്രദേശത്തുള്ള പത്താര എന്ന ഗ്രാമത്തിലാണ് 270 മാർച്ച് 15 280 അദ്ദേഹം ജനിച്ചത്. ബാല്യം മുതൽ വിശുദ്ധൻ എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഉപവസിച്ചിരുന്നു. കാലാന്തരത്തിൽ ഭക്താഭ്യാസങ്ങളും പ്രായശ്ചിത്തങ്ങളും വർദ്ധിച്ചതേയുള്ളൂ. ദരിദ്രരോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഗുണവിശേഷമായിരുന്നു. ഒരു വീട്ടിലെ 3 അവിവാഹിത കന്യകകൾ നാശത്തിലേക്ക് നീങ്ങാനിടയുണ്ടെന്ന് കണ്ടപ്പോൾ അവരുടെ വിവാഹത്തിനാവശ്യമായ പണം അദ്ദേഹം ആ വീട്ടിൽ 3 പ്രാവശ്യമായി രാത്രിയിൽ ഇട്ടുകൊടുത്തു. 3-ാമത്തെ പ്രാവശ്യം പണമിട്ട് പോയപ്പോൾ ഗൃഹനായകൻ നിക്കോളാസിനെ കണ്ട് പാദങ്ങൾ മുത്തിയിട്ട് ചോദിച്ചു, നിക്കോളാസ്, അങ്ങ് എന്തിനെന്നിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നു? അങ്ങ് എൻ്റെ ഉപകാരിയല്ലേ? അങ്ങല്ലേ എൻ്റെയും എൻ്റെ മക്കളുടെയും ആത്മാക്കളെ നരകത്തിൽ നിന്ന് രക്ഷിച്ചത്. ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്രിസ്തുമസ് പാപ്പ അഥവാ സാന്താക്ലോസ് വിശുദ്ധ നിക്കോളാസ് ആണെന്ന് പറയുന്നത്. നിക്കോളാസിനെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെ തുടരുന്നു. അദ്ദേഹം വിശുദ്ധ സ്ഥലത്തേക്കുള്ള തീർത്ഥാടനം കഴിഞ്ഞ് ലിസിയയിൽ സ്ഥിതി ചെയ്യുന്ന മീറായിലെ ദേവാലയത്തിൽ ഒരു ദിവസം രാവിലെ കയറി ചെന്നു. മീറായിലെ ബിഷപ്പ് മരിച്ച ശേഷം സ്ഥലത്തെ വൈദികർ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. ആ നിശ്ചിത ദിവസം ആര് ആദ്യം ദേവാലയത്തിൽ കയറുന്നുവോ അദ്ദേഹം സ്ഥലത്തെ മെത്രാനായിരിക്കണമെന്ന്. തദനുസാരം നിക്കോളാസ് മീറായിലെ മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. 343 ഡിസംബർ 6 350 അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1807 അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം ബാരിയിലേക്ക് മാറ്റി സംസ്കരിച്ചു. ഇന്നും ബാരിയിൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നത് വഴിയായി അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. വചനം യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. വിചിന്തനം. ജെറമ്യ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. മറ്റ് പ്രവാചകരിലൂടെയും ദൈവം ലോകരക്ഷകനായി ജനിക്കാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചും ദൈവിക പദ്ധതിയെക്കുറിച്ചും വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവതരിച്ച മിശിഹായുടെ സന്ദേശവും ജീവിതവും മാതൃകയാക്കി പലരും തങ്ങൾക്ക് ലഭിച്ച കൃപാവരത്തിൻ്റെ തോതനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അപരന് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിച്ചു. വിശുദ്ധ നിക്കോളാസ് തൻ്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന സന്ദേശം തൻ്റെ പ്രവൃത്തിയാൽ പ്രകടമാക്കി കടന്നുപോയി. ആ ഓർമ്മയാണ്, നന്മയാണ് ക്രിസ്തുമസ് രാവിൽ ഭവനങ്ങളിലേക്ക് ഇടവകകളിൽ നിന്നും ഉണ്ണീശോയുടെ രൂപവുമായി കടന്നു വരുന്ന സാന്താക്ലോസിൻ്റെ ഭവന സന്ദർശനം. ഈ കഴിഞ്ഞ നാളുകൾ വരെയും നാം കണ്ടിട്ടുള്ളത് മദ്യപിച്ചും തുള്ളിച്ചാടിയും കെട്ടിപ്പിടിച്ചും കിണറ്റിൽ ചാടുന്ന സാന്താക്ലോസിനെയാണ്. വൈദികരും സന്യസ്തരും ഭക്തസംഘടനകളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ നിക്കോളാസിൻ്റെയും സാന്താക്ലോസിൻ്റെയും ചരിത്രമെന്തെന്ന് പരിചയപ്പെടുത്തുവാനും യോഗ്യതയുള്ളവരെ കണ്ടെത്തി ഭവന സന്ദർശനത്തിനായി ഒരുക്കുവാനും. ഏത് കോലം കെട്ടിയും കോമാളിത്തരം കാണിച്ചും പണം മുഖ്യമെന്ന് പറഞ്ഞു വരുന്നവരെ നിരുത്സാഹപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള തലമുറയെങ്കിലും സത്യവും നന്മയും നീതിയുമറിഞ്ഞ് ജീവിക്കട്ടെ. തിന്മയെയും അതിൻ്റെ സ്വാധീന ശക്തികളെയും
സ്വന്തം ജീവിതത്തിൽ നിന്നും ഇടവകയിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുവാൻ അവർ പ്രാപ്തരാകട്ടെ.